തിരഞ്ഞെടുപ്പുകൾ വാശിയും വീറും കൂട്ടുമ്പോൾ അങ്ങ് ഉത്തർപ്രദേശിലിരുന്ന് നെഞ്ചൊടിക്കുന്ന ഒരാളുണ്ട്. മൊട്ടത്തലയും കാവ്യവേഷവുമായി വർഗീയതയുടെ മറ്റൊരു മുഖമായ ബി.ജെ.പി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്റെ വർഗീയത തിരിച്ചടിച്ചു എന്ന സത്യം മനസ്സിലാക്കിയ യോഗി ഒന്ന് ഒതുങ്ങിയെങ്കിലും 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ 4 ബി.ജെ.പി. നേടി. ബി.ജെ.പിക്ക് 6 മുതൽ 7 സീറ്റും സമാജ്വാദ് പാർട്ടിക്ക് 2 മുതൽ 3 സീറ്റുമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. പ്രവചനമെല്ലാം സത്യമായില്ലെങ്കിൽ യോഗി പിന്നീട് ബി.ജെ.പിയിൽ ഒരു കറിവേപ്പില പോലെയാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം കൊണ്ട് തന്നെ ബി.ജെ.പി. യോഗിയോട് നിലപാടുകളും രീതികളും മാറ്റാൻ ആവശ്യപ്പെട്ടു രംഗത്തേക്ക് വന്നതാണ്. തോൽവി മനസ്സിലാക്കിയ ദിവസം നേരം ഇരുട്ടി വെളുക്കും മുൻപ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ യോഗിയെ വിളിച്ച് കണക്കിന് പറഞ്ഞിരുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് യോഗി കൊടുത്ത മറുപടി ഇതിനുള്ള ഉത്തരം താൻ ഉപതെരഞ്ഞെടുപ്പിൽ തരാമെന്നാണ്. അതുകൊണ്ട് തന്നെ യോഗിയുടെ രാഷ്ട്രീയ ഭാവിയുടെ റിസൾട്ട് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഈ തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിലാണ് യോഗിക്ക് തിരിച്ചടിയുമായി സുപ്രീം കോടതി എൻട്രി ചെയ്തതെന്നും നാം മറക്കാതെ പോകരുത്. മുസ്ലിം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കിയ യോഗിയുടെ കോടതി ബുൾഡോസർ രാജിനെതിരെ കനത്ത താക്കീതാണ് സുപ്രീം കോടതി നൽകിയത്. ഇതുവരെ പറഞ്ഞതുപോലെയല്ല എന്ന സുപ്രീം കോടതിയുടെ ഭീഷണിക്ക് മുന്നിൽ അവസാനം യോഗി മാപ്പിരന്നുകൊണ്ട് പറഞ്ഞു, സർക്കാരിന്റെ ബുൾഡോസർ രാജ് ഞാനിതാ നിർത്തുന്നു എന്ന്. അതിനിടയിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും യാതൊരു പഞ്ഞമില്ല എന്നതാണ് സത്യം. യു.പിയിൽ ഭരണകക്ഷിയായ ബി.ജെ.പിക്കുള്ളിലെ അസംതൃപ്തരുടെ മുറുമുറുപ്പുകൾ പുറത്തേക്ക് മുഴങ്ങി തുടങ്ങിയതോടെ യോഗി ആദിത്യനാഥ് സർക്കാരിന് ചുവട് തെറ്റുന്നതിന്റെ സൂചനകളും കണ്ടു തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യയും ബ്രജേഷ് പാഠക്കും മുഖ്യമന്ത്രിക്കെതിരെ തുടങ്ങിവെച്ച പടയൊരുക്കം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കിയെടുത്തു. ഇതെന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂനുമേൽ കുരു എന്ന കണക്കായിരുന്നു ഉത്തർപ്രദേശിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട സംവരണ സീറ്റ് പോലും പുറന്തള്ളപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അനുപ്രിയ പട്ടേൽ കത്തെഴുതി യോഗിക്ക് നൽകിയത്. ഈ വിഷയത്തിൽ അനുപ്രിയയ്ക്ക് താക്കീത് നൽകാനും യോഗി മറന്നില്ല. കേന്ദ്രം യോഗിയെ വാഴ്ത്തിപ്പാടിയെങ്കിലും ഉത്തർപ്രദേശിലെ ബി.ജെ.പി. നേതാക്കൾ തണുത്തിട്ടില്ല എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നേർപകുതി സീറ്റ് പോലും കിട്ടാത്തതിൽ തുടങ്ങിയ പൊട്ടിത്തെറി നാളിതുവരെ കെട്ടണഞ്ഞിട്ടില്ല. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.